ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ നോമ്പിൻ്റെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എന്താ രാവിലെ എണീറ്റ് കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും കഴിക്കണമല്ലോ അത്താഴത്തിന്. അപ്പോൾ അതാ ബ്രെഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ നോക്കിയപ്പോൾ ബ്രെഡ് കഴിക്കാൻ ഒരു മൂടില്ല കേട്ടോ. ബ്രെഡിൻ്റെ പിറകിലായിട്ട് ഒരു ഏത്തപ്പഴം ഇരിപ്പുണ്ട്, 2 ദിവസമായിട്ട് ഇരിക്കണ കേട്ടോ. അപ്പോൾ അത് കഴിച്ചാലോ എന്ന് ഓർത്തു. പിന്നെ തോന്നി വേണ്ട. അങ്ങനെ നോക്കിയപ്പോൾ ദാ ഇവിടെ 2-3 ബോട്ടിൽസ് കണ്ടു. എന്നാൽ പിന്നെ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. നേരെ തന്നെ ഫ്രീസർ തുറന്നപ്പം ഇവിടെ കുറച്ചധികം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്മൂത്തീസ് ആട്ടോ, റിവൈവ് സൂപ്പർ ഫുഡ്സിൻ്റെ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സ്മൂത്തി ഇന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇതിൻ്റെ വേറെ 1-2 ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ കഴിച്ച് തീർത്ത് വെച്ചാണ്. ഇത് 2 സ്മൂത്തി അല്ല, ഫ്രോസൺ ഡെസേർട്ടാണ്. ഇത് റെഡി ടു ബ്ലെൻഡ് സ്മൂത്തി ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫ്രൂട്ട്സ് ഉണ്ടാവേ. നോക്കിയാൽ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ട്. ഇതിൽ എന്തൊക്കെ ഫ്രൂട്ട്സാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ബനാന ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, റാസ്ബെറി ഉണ്ട്, സുഷിനി ഉണ്ട്, പീച്ച് ഉണ്ട്, വാട്ടർ, പീ പ്രോട്ടീൻ, ക്രാൻബെറി, ഫ്ലാക്സ് സീഡ്, ചിയാ സീഡ്. കണ്ടോ, അങ്ങനത്തെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആട്ടോ ഉള്ളത്. നമുക്കപ്പോൾ വേണമെങ്കിൽ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ പാലൊഴിക്കാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും പാൽ തന്നെ ഒഴിക്കുള്ളേ. അങ്ങനെ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് അടിപൊളി സ്മൂത്തി കുടിക്കാവേ. ഞാനങ്ങനെ സ്മൂത്തി ഒക്കെ ആയിട്ട് കുടിക്കാൻ വന്നപ്പം അഫിക്ക് പിന്നെ അത് തന്നെ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ട്രോപ്പിക്കൽ സ്ട്രോബെറി എടുത്തിട്ട് ഒരു സ്മൂത്തി അടിച്ചിട്ട് അഫിക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങണം എന്നുണ്ടെങ്കിൽ MyLifeTube30 എന്നൊരു കൂപ്പൺ കോഡ് ഉണ്ട് കേട്ടോ. ആ ഒരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്നും കിട്ടില്ല, പക്ഷേ നിങ്ങൾക്കൊരു 30% ഓഫ് കിട്ടുമേ. അങ്ങനെ ഞങ്ങളിത് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റു. ഇവാക്ക് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ്. ഈ പൂ പോലത്തെ ഇഡ്ഡലി എന്ന് പറയുന്നത് ഇതാണോ എന്ന് അറിയില്ല കേട്ടോ. ഞാൻ മാവ് ഒഴിച്ചപ്പോൾ കൂടി പോയിട്ട് എല്ലാം കൂടെ ഒരു പൂ പോലെ ആയിട്ടുണ്ട്. അങ്ങനെ പൂ ഇഡലി എല്ലാം കൂടെ കുത്തിപ്പറിച്ചെടുത്ത് വന്നപ്പോൾ ഈ ഒരു ഷേപ്പിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവ ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, നമുക്ക് പറ്റിക്കാം. അങ്ങനെ ഇവ എണീറ്റ് ഫുഡൊക്കെ കഴിച്ചെന്ന് പറയാനൊന്നും പറ്റില്ല കേട്ടോ. ആകെ 2 ഇഡ്ഡലിയും കഴിച്ചിട്ട് ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ കളിക്കാനെന്നും പറഞ്ഞ്. ഫുൾ ടൈം കളി തന്നെ ആട്ടോ. ഈ ഒരു വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ആളിപ്പോൾ പിടിച്ചാൽ കിട്ടാറില്ല. ഫുഡും വേണ്ട, ഒന്നും വേണ്ട, കളിച്ചാൽ മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ കഴിഞ്ഞിട്ടോ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ 17th സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ പിന്നെ കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും. കാരണം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എണീറ്റൊക്കെ കഴിയുമ്പോൾ വൈകുന്നേരം ആവും. പിന്നെ അധികം അങ്ങനെ കളിക്കാൻ നേരം കിട്ടാറില്ല. പിന്നെ അടുത്തടുന്ന് ഉറങ്ങണമല്ലോ, അടുത്ത ദിവസം രാവിലെ എണീക്കണമല്ലോ. അങ്ങനെ ആകുമ്പോൾ പിന്നെ സെറ്റ് ആയിക്കോളും. ഇനിയിപ്പോൾ മറ്റന്നാൾ ഇവാക്ക് യൂണിഫോമും ബുക്കൊക്കെ കിട്ടും കേട്ടോ. ഇനി പുതിയ യൂണിഫോമൊക്കെയാണ്. യൂണിഫോമൊക്കെ മാറും ഇവിടെ എല്ലാ വർഷവും. അപ്പോൾ ഇനി യൂണിഫോമൊക്കെ വാങ്ങാൻ വേണ്ടി പോകണം അടുത്ത ദിവസം. അപ്പം ശരിക്കും ഞാനിപ്പോൾ വീഡിയോ എടുത്തത് ഇതൊന്നും പറയാനല്ല കേട്ടോ. ഞാനൊരു ഹാപ്പി ന്യൂസ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുത്തത്. കുറേ നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ച് മോഹിച്ചിരുന്ന ആ ഒരു എന്താ പറയുക, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു സംഭവം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു വീഡിയോ കാണിക്കാം. ആദ്യം ആ വീഡിയോ കണ്ടിട്ട് പോയേ. That's for you. Thank you so much. Thank you. Bless you. Thank you. കണ്ടേ അങ്ങനെ നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല കേട്ടോ ഇത് ഇന്ന് കിട്ടുമെന്ന്. ഇതെനിക്ക് കാണിക്കണത് 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്നാട്ടോ കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കുറച്ച് മുന്നേ ഇങ്ങനെ വിളിച്ചിട്ട് പ്ലേ ബട്ടൺ വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അയ്യോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. എന്താ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ വേഗം പോയിട്ട് സംഭവം വാങ്ങിക്കൊണ്ട് വന്നു. പക്ഷെ ഇത് ഞാൻ പൊട്ടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഇത് അഫിയും കൂടെ വന്നിട്ട് ഒന്നിച്ച് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇവാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ പൊട്ടിക്കണം പ്ലേ ബട്ടൺ കാണണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാട്ടോ. ഇവ പറഞ്ഞത് പ്ലേ ബട്ടൺ തന്നെ ആണോ എന്ന് ഇനി അറിയില്ലല്ലോ, ഇനി എങ്ങാനും മാറിപ്പോയാലോ, ഒന്ന് പൊട്ടിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടോ. ഞാൻ തീരെ സമ്മതിച്ചിട്ടില്ല. എന്നാലും അവളിവിടുത്തെ സെല്ലോ ടേപ്പൊക്കെ ഒന്ന് കൈവച്ചിട്ടൊക്കെ ചുരുണ്ടി അതൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല കേട്ടോ. എനിക്ക് അഫി വന്നിട്ട് അഫിയുടെ കൂടെ ഇരുന്ന് ഓപ്പൺ ആക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ. കാരണം അഫിയും ഒരുപാട് ആഗ്രഹിച്ചാണ് ഈ ഒരു സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്നിട്ട് ഇത് അൺബോക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് കഴിയട്ടെ. എന്തായാലും നോമ്പൊക്കെ തുറന്നിട്ട് നമുക്ക് ഇൻഷാല്ലാ ഇത് അൺബോക്സ് ചെയ്യാവേ. ഇവരെ നോക്കി ഇവിടെ 2 സൈഡിൽ നിന്നും കട്ട് ചെയ്തിട്ട് ഓപ്പൺ ആക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റിക്കറൊക്കെ പൊളിച്ച് കളഞ്ഞ് എന്നെ മാക്സിമം ഉപദ്രവിച്ചിട്ടുണ്ട് ആൾ. പക്ഷേ സമ്മതിച്ചില്ല കേട്ടോ ഓപ്പൺ ആക്കാനായിട്ട്. ഇതിൻ്റെ ഈ ഒരു സ്റ്റിക്കറും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെയും കൂടെ പൊളിച്ചാൽ ഇത് ഓപ്പൺ ആവുള്ളൂ. എന്തായാലും അഫി വന്നിട്ട് നമുക്ക് ഒന്നിച്ചിരുന്നിട്ട് ഓപ്പൺ ആക്കാം കേട്ടോ. അതല്ലേ ഒരു സന്തോഷം. ഞാനങ്ങനെ ജസ്റ്റ് ബാൽക്കണിയിലോട്ട് ഇറങ്ങിയാട്ടോ. എൻ്റെ ചെടിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ചെടിയൊക്കെ ഓൾമോസ്റ്റ് തീരാറായിട്ടാണ്. ഞാനിപ്പോൾ നോമ്പോടെ തുടങ്ങിയ പിന്നെ അങ്ങനെ കാര്യമായിട്ട് ചെടിയുടെ കാര്യമൊന്നും നോക്കാറില്ല. പിന്നെ
അതുകൊണ്ട് ഇപ്പോൾ ചൂട് തുടങ്ങി വരാം കേട്ടോ. അപ്പോൾ ഇതുവരെ വലിയ ചൂടൊന്നും ഇല്ല, എന്നാലും ആദ്യത്തെ ആ ഒരു കാറ്റും തണുപ്പൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചൂട് പോലെയൊക്കെ ഫീൽ ചെയ്യണുണ്ട്. ഇനി അങ്ങോട്ട് ചൂട് വരാനിരിക്കണേ ഉള്ളൂ. വലിയ ചൂടൊക്കെ ആയിരിക്കും കേട്ടോ ഇനി വരാൻ പോണത്. ബാഗ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ റൂമിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ ബാഗിന് ഇപ്പോൾ പുറത്തന്നെ ഇരിക്കട്ടെ എന്ന്. കുറച്ച് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ജൂലൈയിൽ നാട്ടിൽ പോകുന്നതിനാണോ ഇപ്പോഴേ പെട്ടിയൊക്കെ എടുത്ത് വെക്കണേന്ന്. ശരിക്കും എന്താ പറയുക, നമ്മൾ ഈ ഒരു 1.5 വർഷം ഇവിടെ നിന്നിട്ട് നാട്ടിൽ പോകുന്നു എന്ന് പറയുമ്പം അത്രത്തോളം എക്സൈറ്റഡ് ആണ് കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പോൾ അവിടെ പുതിയ വീടൊക്കെ കൂടെ വന്നതുകൊണ്ട് ശരിക്കും അത്രത്തോളം ഞാൻ എക്സൈറ്റഡ് ആണ്. അപ്പോൾ 3 മാസം എന്ന് പറയുന്നത് എനിക്കതൊരു എന്താ പറയുക, എനിക്കത് തന്നെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാട്ടോ. 3 മാസം കഴിഞ്ഞ് നാട്ടിൽ പോവുകയാണ് എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പെട്ടിയൊക്കെ എടുത്ത് കൂടെ വെച്ചേക്കണേ. അപ്പോൾ നമുക്കിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഓരോന്നൊക്കെ വാങ്ങുമ്പോൾ അതൊക്കെ ഒരു സന്തോഷമല്ലേ. 3 മാസം എന്ന് പറയുന്നത് 3 മാസം തന്നെയാണ്, എന്നാലും ഒരു സന്തോഷം കേട്ടോ. പെട്ടിയൊക്കെ എടുത്ത് ഇവിടെ വെച്ചപ്പോൾ തന്നെ നാട്ടിൽ പോവുകയാണെന്നുള്ളൊരു ഫീല് വന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതെടുത്ത് വെച്ചേക്കണത്. ആരും എന്നെ കളിയാക്കൊന്നും വേണ്ട. ഇന്നിനി പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. അതാണ് ഞാനിങ്ങനെ വെറുതെ കത്തി അടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അഫി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് സ്നാക്സ് ഒന്നും ഉണ്ടാക്കണ്ട, അതും അഫി വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടോ. ഇങ്ങനെ ഒരു കെട്ടിയോനെ കിട്ടണമെങ്കിൽ അഫിക്ക് എന്താ പറയുക, ഞാൻ ഉണ്ടാക്കിയ സ്നാക്സ് കഴിച്ച് മടുത്തിട്ടായിരിക്കും. നമ്മൾ വരുന്ന വഴിക്ക് സൈസിൽ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല അടിപൊളി സ്നാക്സ്, നമ്മുടെ നാട്ടിലെ കുറേ സ്നാക്സ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അന്ന് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഫിക്ക് ഒരു കുഴപ്പമുണ്ട് കേട്ടോ, വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ കട മൊത്തം വാങ്ങിയിട്ട് വരും. ഞാനതിന് എപ്പോഴും പറയോട്ടെ, ഇത്ര അധികം വാങ്ങണ്ട, വല്ല 2 എണ്ണം വല്ല വാങ്ങിയിട്ട് വാഫി, നമ്മൾ ഇത്രയല്ലേ ഉള്ളൂ. ഇവാണെങ്കിൽ അങ്ങനെ സ്നാക്സ് ഒന്നും കഴിക്കില്ല കേട്ടോ. ഇവാൾക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. ഇവ ആകെ വല്ല ഫ്രൂട്ട്സ് കഴിച്ചാലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് 2 ആൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ ഒരുപാട് സാധനങ്ങൾ വാങ്ങണ്ടെന്ന് പറഞ്ഞാലും അഫി വാങ്ങി വരുമ്പം ചിലപ്പോൾ കൈ നിറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഞാൻ ഇന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് 2 എണ്ണം വല്ലതും വാങ്ങിയാൽ മതിയെന്ന്. നോക്കാട്ടോ വന്നു കഴിയുമ്പം എന്താണ് കയ്യിലുള്ളതെന്ന്. ഇവിടെ ഒരു പഴം ഇരുന്നിട്ട് പഴുത്തു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കളറൊക്കെ മാറിയോണ്ട് ഇനി എന്തായാലും ഇവ കഴിക്കില്ല. അപ്പോൾ ഇവായി നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കി പറ്റിക്കാം കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള സ്നാക്കൊന്നും അല്ല, ജസ്റ്റ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിൽ ഈ ഒരു പഴം മിക്സ് ചെയ്ത് ചേർത്തിട്ട് നമ്മൾ പൊരിച്ചെടുക്കുക കേട്ടോ. അത് ഇവാൾക്ക് ഇഷ്ടമാണ്, ഇവ കഴിച്ചോളൂ കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് കുഴച്ച് തന്നെ എടുക്കണം കേട്ടോ. അല്ലാണ്ട് കട്ടയായിട്ടൊന്നും കിടക്കാൻ പാടില്ല. നല്ല സ്മൂത്തായിട്ട് വന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളേ. പഴമൊക്കെ പഴുത്തു പോയിക്കാൻ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും, എന്നാൽ പഴം വേസ്റ്റ് ആവത്തില്ല. ഇത് പണ്ട് ഉമ്മച്ചി ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇവായെ പറ്റിക്കണം. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. അങ്ങനത്തെ പഴം പൊടിച്ചത് റെഡി ആയിട്ടുണ്ടേ. എന്താ ജ്യൂസിൽ ഇന്ന് റൂഹഫ്സ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇതിന് ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ അധികം മധുരമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്പൂൺ മാത്രം ഇട്ട് കൊടുക്കണല്ലേ. ഇന്നിപ്പോൾ ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളത് ആപ്പിളും മുസമ്പിയാണ്. ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അഫി വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം കേട്ടോ ഓവനിൽ വെച്ചിട്ട്. ഇന്നെന്തായാലും അധികം സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ അത്രയും പറഞ്ഞായിരുന്നു കേട്ടോ, കുറേ വാങ്ങിക്കൊണ്ട് വരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യത്തിനുള്ള 2 എണ്ണം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ഇന്ന്. നാട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു കസിൻ വന്നപ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ആമസോണിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. കുറേ അധികം നെയിൽ പോളിഷാണ് കേട്ടോ. ഇവാൾക്ക് നെയിൽ പോളിഷ് എന്ന് പറഞ്ഞ് ഭയങ്കര പ്രാന്താട്ടോ. അതുകൊണ്ട് ഞാൻ അവൾക്ക് ഇഷ്ടമുള്ള എല്ലാ കളേഴ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താ ഇത്ര അധികം എന്ന് വിചാരിക്കേണ്ട, ആമസോണിലാണെങ്കിൽ ഇപ്പോൾ ബ്ലോക്ക് ബസ്റ്റർ വാല്യൂ ഡേയ്സ് കിടക്കാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഓഫറിലാട്ടോ എല്ലാം കിട്ടുന്നത്. ഇത് മാത്രമല്ല, ഞാൻ കുറച്ചധികം എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സും വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഒരു കാജൽ വാങ്ങിയിട്ടുണ്ട്, പിന്നെ എൻ്റെ മസ്റ്റ് ഹാവ് ഈ ഒരു കൺസീലർ വാങ്ങിയിട്ടുണ്ട്, 2 മസ്കാര വാങ്ങിയിട്ടുണ്ട്, ഓൾ ടൈം ഫേവറേറ്റ് പ്ലമ്മിൻ്റെ ഒരു കാജൽ വാങ്ങിയിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളൊക്കെ ആട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ 50% to 80% വരെ ഓഫർ ഉണ്ട് കേട്ടോ മിക്ക പ്രോഡക്ട്സിനും. അപ്പോൾ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മളിത് ആ കാത്തിരുന്ന നിമിഷം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പയല്ല അപ്പ ഓഫീസിൽ വന്ന് ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ആ ഒരു അതന്നെ എൻ്റെ അധ്വാനത്തിൻ്റെ മാത്രം പറയാൻ പറ്റില്ല, എല്ലാവരും ഉണ്ട്, എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് കിട്ടിയ ആ ഒരു സമ്മാനം അത് എത്ര വലുതാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അത്രയും വലിയ സമ്മാനം നമ്മള് റിവീൽ ചെയ്യാൻ പോവാണ്. അങ്ങനെ
ആദ്യം വന്നത് നമുക്ക് നമുക്കൊരു ചേട്ടൻ. അയ്യോ ആ ചേട്ടനെ എവിടുന്ന് കൊണ്ടുവന്നു? ചേട്ടൻ വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് ഗിഫ്റ്റ് പറഞ്ഞിട്ട് തന്നോ? കൊണ്ടുവന്ന. ആ ഓക്കെ ഓക്കെ. യൂട്യൂബിൽ നിന്ന് കൊടുത്തു വിട്ടാണ് ഈ വാക്ക് വേണ്ടി. ഇവരൊക്കെ മാന്തിട്ടുണ്ട് സ്റ്റിക്കറൊക്കെ മാന്തി പൊളിച്ചിട്ടുണ്ട്. രീതിക്ക് സമ്മതിക്കണില്ലായിരുന്നു കേട്ടോ. പൊട്ടിച്ച് ഇങ്ങനെ നോക്കിയിട്ടില്ല. നിങ്ങളുടെ മുന്നിൽ തന്നെ ആദ്യമായിട്ട് കുറെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരല്ലേ, അപ്പോ ചെയ്യാന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിച്ചിട്ട് കുറെ നാളായിട്ട് കുറെ ആൾക്കാർ അൺബോക്സ് ചെയ്ത സമയത്ത് നമ്മൾ ആലോചിക്കാറുണ്ട് എന്താണാവോ എന്താണാവോ. അപ്പൊ ഇതൊന്ന് പൊളിച്ചോക്കിയാലോ? ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് നോക്കണ്ട നമുക്കപ്പോ. അപ്പൊ നമുക്കിത് തുറന്ന് എല്ലാവർക്കും കാണിക്കാം. ഇവാണ് തുറക്കാൻ പോകുന്നത്. ഇപ്പഴത്തും തുറന്നു. പിന്നെ ആദ്യം ടേപ്പൊക്കെ വലിച്ച് അഴിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഷ്ടപ്പാടൊന്നുമില്ല. ഓക്കെ. ഇങ്ങനെ തുറക്കുമ്പോ ഇതിനകത്ത് ഇങ്ങനൊരു അതെന്താ ഒരു സ്പോഞ്ച് വെച്ചിട്ടുണ്ടെന്നുണ്ട്. ഇത് ഷിപ്പ് ചെയ്തിട്ട് USA എന്നാ ഷിപ്പ് ചെയ്ത് വന്നത്. അതിനകത്ത് അതാ നമുക്ക് ഇതെന്തുവാ കൺഗ്രാറ്റ്സ് ഓൺ യുവർ സബ്സ്ക്രൈബർ മൈൽ സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും കണ്ടിട്ടുണ്ടാവേ. ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ യുവർ 100th? പിന്നെ എനിക്കതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. എന്റെ റിലേറ്റീവ്സും എന്റെ ഫ്രണ്ട്സും. ആദ്യത്തെ 100 പേരെ ആദ്യത്തെ ആളെ ഓർമ്മ ഉണ്ടോ? 100th ആളെ ആദ്യത്തെ ആളെ ഞാൻ തന്നെ എന്നാ ചോദിക്കുന്നേ. ഇത് ഭയങ്കര ഇതാട്ടോ, നല്ലൊരു ഭയങ്കര ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. സർട്ടിഫിക്കറ്റ് അതാ ഞങ്ങക്ക് സിഇഒന്റെ സൈൻ ഉണ്ട് യൂട്യൂബിന്റെ. സിഗ്നേച്ചർ ഒക്കെ ഉള്ളൊരു നല്ല സർട്ടിഫിക്കറ്റ് പോലെയാണ്. ഇനിയാണ് നമ്മളുടെ മെയിൻ സാധനം. ഇത് പിടിക്ക്. എനിക്ക് പേടിയാവുന്നു. ഇതിനകത്ത് വേറെ ഒരു ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നൊരു കാർഡ് ഉണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഇത് തൽക്കാലം ഇത് മെയിൻ ആണെങ്കിൽ കൂടി ഇത് തൽക്കാലം ഒക്കെ മാറ്റി വെക്കാം. സാധനം തരാലോ. ഇതാണ് നമ്മളുടെ പ്ലേ ബട്ടൺ. ഓക്കെ. ഇതൊരു മിറർ പോലെ കേട്ടാ, നല്ല ഇതുണ്ട്. നമ്മുടെ ചാനലിന്റെ പേര് നമ്മുടെ ചാനലിന്റെ പേര് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നതാ. നമ്മുടെ ചാനലിന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോ തന്നെ ഇതിനകത്ത് പേരെന്താ വരുന്നത് കൊടുക്കാം അല്ലെ. കൊടുക്കാം. നമ്മള് ഇങ്ങനെ വേറെ ഒന്നും കൊടുക്കണ്ട, കാരണം നമ്മൾ ആദ്യമായിട്ട് സെലക്ട് ചെയ്തൊരു പേരാണ്. എന്റെ ചാനലിന്റെ പേര് ആരാണ് സജസ്റ്റ് ചെയ്തെന്നൊക്കെ ആദ്യം ചോദിക്കായിരുന്നു. ഞാനാണ്. ഈ വേൾഡും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ. അപ്പൊ ഞാൻ അപ്പോഴും എടുത്ത് പറയും നമുക്ക് ഇങ്ങനെ ആളുടെ പേര് വെച്ചിട്ട് ചാനൽ ചെയ്തത് എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടമല്ല. ആൾക്കാരുടെ പേരിൽ ചാനൽ, കാരണം വേറൊരു ചാനലിന്റെ പേരിൽ നമ്മൾ അറിയുമ്പോഴാണല്ലോ അതിന്റെ ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാണ് സാധനം. ഞങ്ങൾ ഇതിവിടെ ഒരു ഒടിഞ്ഞ സ്ഥലം നോക്കി കിടക്കാണ്. ഇതിന്റെ ബാക്കിൽ ഹുക്ക് ചെയ്യാനൊക്കെ ഉള്ള ഇങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ട്. ഹുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ചുമരിലൊക്കെ. അപ്പൊ അങ്ങനെ ഇത് കാണുമ്പോ ചിലപ്പോ ഇപ്പോ നിങ്ങള് ചാനലിലുള്ള കുറെ പേരുണ്ടാവും. അപ്പൊ തോന്നുന്നുണ്ടാവില്ല ഇത് കയ്യിൽ കിട്ടണ്ടാവില്ല. ഞങ്ങളിതൊരു 3 കൊല്ലം കാത്തിരുന്നിട്ട് ഞങ്ങൾക്ക് ഇത് കിട്ടി. അപ്പൊ ശരിക്കും ലേറ്റ് ആയിട്ട് കുറച്ച് കഷ്ടപ്പെട്ട് കിട്ടണ നല്ല കേട്ടാ. സന്തോഷം വാല്യൂ ഉണ്ടാവും. പെട്ടെന്ന് കിട്ടിപ്പോയിരുന്നെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ഒരു ഇത് കിട്ടൂല. ഇതിപ്പം അത്രയും ഞാൻ ആഗ്രഹിച്ചു കിട്ടിയാണ്. ഇനി ഇവിടെ അങ്ങനെയുള്ള മൈൽ സ്റ്റോൺ സത്യം പറഞ്ഞാൽ അങ്ങനെ വല്ലാണ്ടൊന്നും ചിന്തിക്കുന്നില്ല. നല്ലോണം വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ മൈൽ സ്റ്റോൺ വലിയൊരു കാര്യമായിരുന്നു കേട്ടോ. സന്തോഷമായില്ലേ? പിന്നെ കരഞ്ഞാലൊന്ന് സന്തോഷക്കണ്ണീര് വേണ്ട. ഞാൻ 100K വെറുപ്പിച്ച് മാക്സിമം 100K വീഡിയോയില് കുറച്ച് എന്താണ് ബോറാണെന്നൊക്കെ പറഞ്ഞ ആരെ കമന്റ് കിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എനിക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടെന്ന് എനിക്കേ അറിയുള്ളൂ. അത്രത്തോളം ഞാൻ തുള്ളിച്ചാടായിരുന്നു. ഈ സാധനം കയ്യിൽ കിട്ടിയിട്ടും എനിക്ക് അത്ര സന്തോഷമുണ്ട്. ഞങ്ങൾക്കൊരു വോള് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വെച്ചിട്ട് ഇനി കാണിക്കാവേ. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു വോള് ഒരു സ്ഥലം സെലക്ട് ചെയ്ത് ഇത് വെച്ച് കാണിക്കാം. കാരണം ഇന്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്തിട്ട് ഞങ്ങൾ 2 പേർക്ക് ആദ്യമായിട്ട് കിട്ടുന്ന സാധനമല്ല. അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. അല്ലാതെ ഇതൊരു ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ അല്ലേ. അതൊരു വലിയ കാര്യം. അത് പിണങ്ങി നിൽക്കാന്ന്. ഇവ പിണങ്ങി പോയി. ഇങ്ങോട്ട് വാ. ഇവായും കൂടെ ഉണ്ട് കേട്ടാ നമ്മുടെ 100K. കാരണം
ഇവാടെ ഒരു വീഡിയോ 1 മില്യൺ ആയില്ലേ ഇവ? ഇവാടെ ഒരു അമ്മച്ചി ചോറുണ്ടോ? ഇവാനിവിടെ പറഞ്ഞ നടക്കണ്ടേ ഞാൻ 1 മില്യൺ അടിച്ച് എന്നും പറഞ്ഞ് നടക്കാനുണ്ട്. ഇവാടെ ആ വീഡിയോ പിടിച്ചോ കൈ വിട്ടിട്ട്. അപ്പൊ അങ്ങനെ ഇത് അതേപോലെ തന്നെ എടുത്തിട്ട് പാക്ക് ചെയ്തെടുത്ത് വെച്ച് ചുമരിൽ ഇടം കിടക്കുമ്പോ നമുക്ക് ആണി അടിക്കണം കേട്ടോ. ഇവിടെ ഒരാണിയുണ്ട്, പക്ഷെ ഇതിന് 2 ആണിയുള്ള കാര്യം പിന്നെ ബലമുള്ള 2 ആണി വേണം വെക്കാൻ. കുറച്ച് നല്ല എടുത്ത് വെക്കില്ല, ഇതിവിടെ വെക്കും. കാരണം എടുത്ത് വെച്ച് കഴിഞ്ഞാല് എടുത്ത് വെക്കൂല. ഇപ്പൊ ആരെങ്കിലും വന്ന് നോക്കിയാ നമ്മുടെ പ്ലേ ബട്ടൺ കാണണ്ടേ? പറയ് എന്നോടൊന്നും പറയാനില്ലേ? ഞാൻ പ്ലേ ബട്ടൺ ഒക്കെ ആദ്യത്തെ കാലങ്ങളിലൊക്കെ തമ്പനയിൽ ക്രിയേറ്റ് നിങ്ങൾ കണ്ടിരുന്ന തമ്പനയിലൊക്കെ ഞാനാ ക്രിയേറ്റ് ചെയ്തിരുന്നത്. പിന്നെ കുറച്ച് ഇപ്പൊ ഒരു കൊല്ലല്ലേ ഇപ്പൊ കുറച്ചായിട്ട് ഇപ്പൊ തന്നെ A to Z ചെയ്യുന്നത്, ഷൂട്ട് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നത് തന്നെയാണ്. ആദ്യം എനിക്ക് അറിയില്ല. എത്രയും പെട്ടെന്ന് എന്റെ ചാനലിലൊരു പ്ലേ ബട്ടൺ വരട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ വീഡിയോ ഇട്ടാൽ മാത്രം പ്ലേ ബട്ടൺ വരുള്ളൂ. അപ്പൊ അങ്ങനെ ഇത്രേ ഉള്ളൂ. അങ്ങനെ ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും കേട്ടോ ഭയങ്കര ചെറിയ കാര്യത്തിന് ഭയങ്കര വലിയ സന്തോഷം. ഭയങ്കര വലുതാട്ടത്, അതുകൊണ്ട് അത്ര സന്തോഷിക്കണേ. വലിയ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഗ്ലോബലി കിട്ടുന്ന ഒരു റെക്കഗ്നേഷൻ അല്ലേ. ഇപ്പൊ യൂട്യൂബ് എന്ന് പറയുന്ന വലിയൊരു അത്രയും വലിയൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് അവരുടെ ഒരു ഇത് നമുക്ക് കിട്ടുന്നതല്ലേ. അതൊരു വലിയ റെക്കഗ്നേഷൻ ആണ്. എന്തായാലും ഒരുപാട് സന്തോഷമാണ്. എത്ര സന്തോഷമാണെന്ന് എനിക്ക് പിന്നെ പിന്നെ പറഞ്ഞാലും മതിയാവുന്നില്ല, അത്രത്തോളം സന്തോഷമുണ്ട്. നാട്ടില് വെച്ച് കിട്ടിയില്ലല്ലോ. നാട്ടിലാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമായിരുന്നു. ഇതിപ്പോ അവർക്ക് കാണാൻ പറ്റില്ലല്ലോ, ഇതെടുത്ത് നാട്ടിലെന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല, എല്ലാവർക്കും സന്തോഷമായി. കാരണം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറെ പേരിങ്ങനെ എന്താ പറയാ വേണോ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുമല്ലോ കുറെ പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള ആൾക്കാര് ഉണ്ടായിരുന്നു. ഇപ്പോ ആ പറഞ്ഞവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും അപ്പൊ ഞങ്ങൾ എത്തിയില്ലേ, അപ്പൊ അതന്നെ വലിയ കാര്യം. അപ്പൊ അങ്ങനെ അപ്പോ ഓക്കെ സെറ്റ്. നമുക്ക് അടുത്ത 1 മില്യന്റെ അൺബോക്സിംഗ് ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു 10-20 വർഷത്തിനുള്ളിലൊക്കെ 1 മില്യൺ അടിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.